തൃപ്പൂണിത്തുറയിൽ വെടിമരുന്ന് പുരയിലുണ്ടായ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ 4 വീടുകൾക്ക് ബലക്ഷയം. 12 വീടുകളുടെ സ്ഫോടനം 12 വീടുകളെ സ്ഫോടനം കാര്യമായി ബാധിച്ചു എന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. 267 കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടായതായി തൃപ്പൂണിത്തുറ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധനയിൽ കണ്ടെത്തി. അശ്വിൻ പാലാഴി ചേരുന്നു നമുക്കൊപ്പം. അശ്വിൻ, ഗുഡ് മോർണിംഗ്. പറയൂ, അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കേണ്ടതാണ്. പറയൂ. എസ്കെൻ, ഗുഡ് മോർണിംഗ്. ഈ സംഭവത്തിന് പിന്നാലെ ഇന്നലെ മുതലാണ് തൃപ്പൂണിത്തുറ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം ആ പ്രദേശത്ത് പരിശോധന നടത്തി തുടങ്ങിയത്. അതിൽ ആദ്യഘട്ടത്തിൽ 12 വീടുകളാണ് പരിശോധിച്ചത്. അത് ആ സ്ഫോടനം നടന്ന പ്രദേശത്തിന്റെ ചുറ്റിലുമുള്ള 12 വീടുകളാണ്. അതിൽ വീടുകൾ മാത്രമല്ല, സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട്. ആ പരിശോധനയിൽ 4 വീടുകൾ വാസയോഗ്യമല്ലാതായി എന്നുള്ളതാണ് ആ പരിശോധനയിൽ ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ആഘാതം ആ വീടുകളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അതിന്റെ ബലം ക്ഷയിച്ചു പോകുന്ന രീതിയിലേക്ക് അത് വന്നിട്ടുണ്ട്. അതായത് നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ആ സ്ഫോടനം 4 വീടുകളെ ബാധിച്ചു എന്നുള്ളതാണ് അവരുടെ ആദ്യഘട്ട പരിശോധനയിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ആ 4 വീട്ടുകാരോട് വീടിനുള്ളിലേക്ക് പ്രവേശിക്കരുത് എന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അവരിപ്പോൾ കുടുംബ വീടുകളിലും ഒപ്പം ഈ പുഷ്പാഞ്ജലി ഓഡിറ്റോറിയത്തിലെ ക്യാമ്പിലുമൊക്കെയാണ് താമസിക്കുന്നത്. ഇതുകൂടാതെ 12 വീടുകളെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അവരുടെ ഭിത്തികൾക്ക് വിള്ളലുണ്ടായിട്ടുണ്ട്. ഒപ്പം ഈ മേൽക്കൂര പറന്നു പോയിട്ടുണ്ട്. ജനലുകളും വാതിലുകളും ഒക്കെ തകർന്നിട്ടുണ്ട്. ആകെ 267 വീടുകളാണ് ഇന്നലെ വൈകുന്നേരം 6 മണി വരെ എടുത്ത കണക്കിൽ 267 വീടുകളെയാണ് ഈ സ്ഫോടനം ബാധിച്ചതെന്ന് കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ആ കണക്ക് ഇനിയും ഉയരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ ഒരു കണക്കാണ് അവർ പറയുന്നത്. കാരണം കിലോമീറ്ററുകൾ അപ്പുറത്ത് 2 കിലോമീറ്ററിനപ്പുറവും ഇതിന്റെ ആഘാതം ഉണ്ടായിട്ടുണ്ട്. ജനൽ ചില്ലുകൾ തകർന്നിട്ടുണ്ട് 2 കിലോമീറ്ററിനപ്പുറവും. അപ്പം ഈ നഷ്ടമുണ്ടായ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും എണ്ണം ഇനിയും ഉയരുമെന്നുള്ളതാണ് ഈ റവന്യൂ വിഭാഗവും ഒപ്പം ഈ എഞ്ചിനീയറിംഗ് വിഭാഗവും ഒക്കെ പറയുന്നത്. എന്തായാലും അടുത്ത 2 ദിവസം കൊണ്ട് എല്ലാ വീടുകളിലും പരിശോധന നടത്തി പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് അവർ പറയുന്നത്. അതിനുശേഷമാകും എത്ര രൂപയുടെ നഷ്ടമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരു അന്തിമ എത്തുകയുള്ളൂ. അതിനുശേഷമാകും ഇതിന്റെ മറ്റ് പുനരധിവാസ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കുള്ള ചർച്ചകൾ നീളുകയുള്ളൂ. ഓക്കെ, താങ്ക് യു അശ്വിൻ പാലാഴി.